ഈ 5 ഫൗണ്ടേഷൻ കൃത്യമായി ചെയ്താൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ കഴിയും, ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇവിടേക്ക് എത്താൻ കഴിയും. അതിൽ ബേസിക്കായിട്ട് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി കോമ്പോസിഷനാണ്. ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള സ്ട്രക്ചറിലുള്ള ബോഡി മസിൽ മാസും ഫാറ്റ് പെർസെൻറ്റേജുമാണ്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഇതിനൊരു അളവുണ്ട്. ഇത് തെറ്റിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷനൊക്കെ തെറ്റിപ്പോകുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 70-75% മുതൽ നമുക്ക് എന്തെങ്കിലും ലീൻ ബോഡി മസിൽ മാസും ഒരു 20-25% ഫാറ്റും വേണം. ഇതിൻ്റെ ഉണ്ടെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ മച്ച് ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കണ്ടീഷനിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവരുടെ ലീൻ ബോഡി മസിൽ മാസ് കുറയുകയും നേരെ ഫാറ്റ് പെർസെൻറ്റേജ് കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ തെറ്റും, മെറ്റാബോളിസം അവർക്ക് വളരെ കുറയും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും, ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ തന്നെ ഈസി ആയിട്ട് അവർക്ക് വേഗം ഫാറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും. അതാണ് അവരുടെ പ്രശ്നം. ഇപ്പം നോക്കിയാലോ അവരുടെ ലീൻ ബോഡി മസിൽ മാസും കുറവാണ്, അവർക്ക് ഫാറ്റ് പെർസെൻറ്റേജും കുറവാണ്. അതുകൊണ്ട് അവരുടെ മെറ്റാബോളിസം ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് അവർ വേഗം എന്ത് കഴിച്ചാലും അത് ബേൺ ആയിക്കൊണ്ടിരിക്കും, ബ്രേക്ക് ഡൗൺ കൂടുതലായിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇവർ ആദ്യം ചെയ്യേണ്ട കാര്യം, ഫസ്റ്റത്തെ നിങ്ങൾ തിയറി മനസ്സിലാക്കേണ്ടത് 2 കൂട്ടരും ചെയ്യേണ്ടത് ലീൻ ബോഡി മസിൽ മാസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്.